KGOA വജ്രജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കായംകുളം മേഖലാ സംഗമം താമരശ്ശേരി കൺവെൻഷൻ സെന്ററിൽ നാളെ നടക്കും. മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും. ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് വമ്പൻ ഓഫറുകളുമായി അഖിൽ വിഷൻ ചെറിയനാട് ചെങ്ങന്നൂർ. വെറും 10 രൂപയ്ക്ക് 150 കിലോമീറ്റർ വരെ യാത്ര. സ്മാർട്ട് ജനറേഷന് വേണ്ടി സ്മാർട്ട് സ്കൂട്ടർ. അഖിൽ വിഷൻ ചെറിയനാട് ചെങ്ങന്നൂർ. കേരളത്തിലെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ. നമ്മുടെ കായംകുളത്തുകാരെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഒക്ടോബർ 5. ഒക്ടോബർ 5-ാം തീയതി KGOA ദക്ഷിണ മേഖല വജ്ര ജൂബിലിയോടനുബന്ധിച്ചിട്ടുള്ളൊരു വലിയ സംഗമം കായംകുളത്ത് നമ്മുടെ താമരശ്ശേരി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുകയാണ്. അതിൻ്റെ മുന്നൊരുക്ക പരിപാടികളൊക്കെ ധാരാളം പല സമയങ്ങളിലായിട്ട് നടത്തുകയുണ്ടായിട്ടുണ്ട്. 600-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്ന വലിയ സമ്മേളനമാണ് താമരശ്ശേരിയിൽ നടക്കുന്നത്. അതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുൻകാല നേതാക്കന്മാരെ, നമ്മുടെ ഏത് സംഘടനയുടെയും നട്ടെല്ലെന്ന് പറഞ്ഞാൽ അത് രൂപീകരിച്ച സമയം മുതലുള്ള ധാരാളം മനുഷ്യരാണ്. കുറേ പേര് നമ്മളെ വിട്ടുപോയിട്ടുണ്ടാവാം, കുറേ പേര് നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ടാവാം, ഇപ്പം അടുത്ത് റിട്ടയർഡ് ആയിട്ടുള്ളവരുണ്ടാവാം. അപ്പോൾ അവരും ഏകദേശം 600-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുമ്പോൾ 300-ലധികം പ്രതിനിധികൾ മുൻകാല നേതാക്കന്മാരാണ്, പ്രവർത്തകരാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ. അതിലൂടെ നമ്മൾ സാധാരണ സംസാരിക്കുന്നത് പോലെയല്ല, അനുഭവങ്ങൾ ഏതൊക്കെ പോരാട്ടങ്ങളിലൂടെയാണ് നമ്മൾ ധാരാളം നമ്മുടെ അവകാശങ്ങൾ നേടിയെടുത്തത്. ഇപ്പം തന്നെ അറിയാം, തൊഴിലെടുക്കുന്ന സ്ഥലങ്ങളിലെ പ്രയാസങ്ങൾ, തൊഴിൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ദൂരെ ജോലിക്ക് പോകേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രയാസങ്ങൾ, അങ്ങനെ എല്ലാം, സർവീസ് സംബന്ധമായിട്ടുള്ളത്, സംഘടനാപരമായിട്ടുള്ളത്, ഇത്തരം വിവിധ വിഷയങ്ങളിൽ അപ്പോഴപ്പോൾ ഇടപെട്ട് കൃത്യമായി തങ്ങളുടെ സഹപ്രവർത്തകരെ സഹായിക്കാൻ കഴിയുന്ന നിലപാടും എടുക്കുന്ന സംഘടനയാണ്. ഒപ്പം ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വികസന പ്രവർത്തനങ്ങൾ 2016 മുതൽ നല്ല രൂപത്തിൽ കൂടുതൽ പണി ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഗസറ്റഡ് ഓഫീസേഴ്സിന്. കാരണം നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിമാരാലാണല്ലോ നയിക്കപ്പെടുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം സെക്രട്ടറിയാണ്. ലൈഫ് പദ്ധതി 5.5 ലക്ഷം വീടുകൾ കേരളത്തിൽ കൊടുക്കുന്നു എന്ന് പറയുമ്പം 5.5 ലക്ഷം വീട് കൊടുക്കുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ ക്ലറിക്കൽ വർക്കുണ്ട്. ആ വർക്ക് മൊത്തം ചെയ്യുന്നത് ഉദ്യോഗസ്ഥരാണ്. ഒപ്പം ഈ ഗവൺമെൻറ് വന്നതിന് ശേഷമാണ് ഓപ്പൺ ഡിഫാക്കേഷൻ ഫ്രീ സ്റ്റേറ്റ് ആയിട്ട് നമ്മുടെ കേരളത്തെ ഈ ഗവൺമെൻറ്റാണ് മാറ്റിയത്. അപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും അടിസ്ഥാന സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട്, ടോയ്ലറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാനായിട്ട് ഉള്ള ഇടപെടൽ നടത്തുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം, പുതിയതായിട്ട് അധ്യാപകരുടെ നേതൃത്വത്തിൽ തന്നെയാണ് ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഓരോ സ്കൂളുകളിലും നടക്കുകയാണ്. മെയിൻ ചുക്കാൻ പിടിക്കുന്നത് KGOA പ്രിയപ്പെട്ട നേതാക്കന്മാരാണ്, സഖാക്കളാണ്. അവർക്ക് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ടാവും, അനുഭവങ്ങളുണ്ടാവും. ഒപ്പം 60ാമത് വലിയ തരത്തിലേക്കുള്ള ആഘോഷ പരിപാടികളാണ് വജ്ര ജൂബിലിയോടനുബന്ധിച്ച് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ദക്ഷിണ മേഖല സംഗമമാണ് ഇവിടെ നടക്കുന്നത്. ഏകദേശം 5 ജില്ലകളിൽ നിന്നല്ലേ. ജനറൽ കൺവീനർ കൂടിയാണ്. നാളെ നമ്മൾ കൃത്യം 9:30-ക്കാണ് പരിപാടി ആരംഭിക്കുന്നത്. രജിസ്ട്രേഷനോട് കൂടി ഈ പരിപാടി ആരംഭിക്കും. ഇവിടെ മാഡം സൂചിപ്പിക്കപ്പെട്ടതുപോലെ തിരുവനന്തപുരം സൗത്ത്, നോർത്ത്, തിരുവനന്തപുരം ഞങ്ങൾക്ക് 2 ജില്ലാ കമ്മിറ്റികളാണ്. പിന്നെ കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ ജില്ലയിൽ നിന്നുള്ള മുൻകാല നേതാക്കന്മാരും പുതിയ നിരയിലെ നേതാക്കൾ, അങ്ങനെ പകുതിയാണ്. 310, 620 പേരാണ് പങ്കെടുക്കുന്നത്. അവർക്ക് അവരെ സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ തന്നെ ഒരു സഖാവ് എഴുതിയ സ്വാഗതഗാനത്തോടു കൂടിയാണ് പരിപാടി ആരംഭിക്കുന്നത്. നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്, സംഘടന 60 വർഷം പിന്നിടുമ്പോൾ സംഘടനയ്ക്ക് അംഗീകാരം കിട്ടാൻ വേണ്ടി 1966 അംഗീകാരം കിട്ടാൻ വേണ്ടി സമരം ചെയ്തില്ല എന്ന് ബൈലോയിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ് അംഗീകാരം നിഷേധിക്കുകയും അങ്ങനെ എഴുതി കൊടുത്ത് അംഗീകാരം വാങ്ങിയ സംഘടനയാണ്. പക്ഷേ പിന്നീട് കേരളത്തിൽ വന്ന ഭരണമാറ്റങ്ങളും ആ ഭരണത്തിൻ്റെ ഭാഗമായി സിവിൽ സർവീസിനെതിരെ നടന്ന നടപടിയുടെ ഭാഗമായി ആ ബൈല ഭേദഗതി ചെയ്ത് സമരത്തിലേക്ക് പോകേണ്ട ഒരു സംഘടനയായിട്ട് മാറുകയുണ്ടായി. ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന CJ ജോസഫ് സഖാവ് വന്ന് സമരം ചെയ്യുകയും, അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹത്തെ പിരിച്ചുവിട്ടു കർണാടക സർക്കാർ. പിന്നീട് വന്ന EMS ആണ് അദ്ദേഹത്തെ, നാനാ സർക്കാരാണ് അദ്ദേഹത്തെ തിരിച്ച് അകത്ത് സർവീസ് എല്ലാ ആനുകൂല്യങ്ങളും തിരിച്ചെടുത്തത്. ഇപ്പോൾ നിരവധി പോരാട്ടങ്ങൾ സംഘടന നേതൃത്വം നൽകുകയാണ്. അതോടൊപ്പം തന്നെ പ്രളയം വന്ന ഘട്ടത്തിൽ ഈ കായംകുളം പോളിടെക്നിക്ക് ഞങ്ങളൊരു കളക്ഷൻ സെൻറ്റർ ആരംഭിച്ചുകൊണ്ട് വലിയ സഹായം ചെയ്യുകയുണ്ടായി. ആലപ്പുഴ കളക്ട്രേറ്റിലും ആരംഭിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ 55 വീടുകൾ ഞാൻ ലൈഫിൻ്റെ ഭാഗമായി നിർമ്മിച്ചു. ഇപ്പോൾ വയനാട് പുത്തുമല ദുരന്തത്തിൻ്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ വർഷം കലാമേളയും കായികമേളയും ഒക്കെ ചുരുക്കി സമ്മേളന നടപടികളൊക്കെ മറ്റ് അനുബന്ധ
അനുബന്ധ പരിപാടി ചുരുക്കി ആ തുക ഉപയോഗിച്ചുകൊണ്ട് 50 ലക്ഷം രൂപ 80 ലക്ഷം രൂപ സംസ്ഥാന സർക്കാരിന് നൽകി 10 വീടിൻ്റെ സഹായം നൽകുന്ന സാഹചര്യം ഉണ്ടായി. ഇത്തരം കാര്യങ്ങൾ ഈ ചരിത്രം പുതിയ തലമുറയെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മുൻകാല നേതാക്കന്മാർ, ഈ 6 ജില്ലകളിലായിട്ട് വരുന്ന മുൻകാല നേതാക്കന്മാർ അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ആലപ്പുഴ കൂടാതെ മധ്യമേഖല ജില്ലകൾ ചേർത്തുകൊണ്ട് തൃശ്ശൂരും അതുപോലെ ഉത്തരമേഖലയിലായിട്ട് കണ്ണൂരും ഇതേ രീതിയിൽ തന്നെ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഇനമെന്ന് പറഞ്ഞാൽ സ്വാഗതത്തിന് ശേഷം നമ്മുടെ സംഘടനയുടെ ചരിത്രം സംബന്ധിച്ചൊരു രേഖ സംസ്ഥാന സെക്രട്ടറി MN ശരത്ചന്ദ്രലാൽ അവതരിപ്പിക്കും. തുടർന്ന് വന്നിരിക്കുന്ന ആളുകൾ അവരുടെ ചരിത്ര ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് KJയുടെ ചരിത്രം എന്ന് പറയുന്ന ഈ കേരളത്തിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് വിശദീകരിക്കും. അതിലെങ്ങനെ സംഘടന ഇടപെട്ടു, സംഘടനാ പ്രവർത്തനം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വളരെ ഉത്തരവാദിത്തമുള്ള ജോലികൾ ചെയ്യുന്നവരാണ്. കേരളത്തിലെ സിവിൽ സർവീസിലെ അഡ്മിനിസ്ട്രേറ്റർമാർ, പ്രൊഫഷണലുകൾ, അധ്യാപകർ, സയൻറ്റിസ്റ്റുകൾ എന്നിവർ ഉൾപ്പെടുന്ന ഗസറ്റ് മേഖല ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ്. അപ്പോൾ അവർക്ക് നടത്തുന്ന സംഘടനാ പ്രവർത്തനം പുതുതലമുറയ്ക്ക് വളരെ ആവേശകരമായിരിക്കും. ഏറ്റവും പ്രധാനമെന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലെ സിവിൽ സർവീസിലുള്ളതിൽ 3/2 ജീവനക്കാരും ഈ 10 വർഷത്തിനുള്ളിൽ സർവീസിൽ കയറിയവരാണ്. 3 ലക്ഷത്തോളം നിയമനങ്ങൾ നടന്നതിൻ്റെ ഭാഗമായി. അപ്പോൾ അവരെ സംബന്ധിച്ച് പഴയ ചരിത്രം ആളുകളെ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്.